യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. സുന്ദര രൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. സുന്ദര രൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. പൊന്മണി മാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. പൊന്മണി മാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, ആയിരമാണ്ടു വസിക്കുമവനുടെ നാട്ടിൽ. എനിക്കായി ഒരുക്കിയ വീട്ടിൽ കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, ആയിരമാണ്ടു വസിക്കുമവനുടെ നാട്ടിൽ. എനിക്കായി ഒരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ 7, 8, 9, 10 3 അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ശൗലും മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം എന്നുള്ളൊരു ചിന്തയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലാണ് ശൗലിനെ പരിചയപ്പെടുത്തുന്നത്. മഹാപുരോഹിതൻ്റെ ചോദ്യത്തിന് മറുപടിയായി സ്തെഫാനോസ് പ്രസംഗിച്ച ചരിത്രമാണ് 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രസംഗത്തിൻ്റെ അവസാന ഘട്ടമായപ്പോൾ സ്തെഫാനോസിന് നേരെ പല്ല് കടിച്ച് കോപാലുക്കളായി. സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്ന, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഉറക്കം നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട്, അതായത് സ്തെഫാനോസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിപ്പാൻ, അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികളുടെ വസ്ത്രം സൂക്ഷിപ്പുകാരനായിട്ടാണ് ശൗൽ പ്രത്യക്ഷപ്പെടുന്നത്. യേശുവെ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനെ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. സ്തെഫാനോസിനെ കൊല ചെയ്ത് ശൗലിന് സമ്മതമായിരുന്നു. ശൗൽ സന്നിധി സംഘത്തിലെ ഒരു അംഗമായിരുന്നതിനാൽ സ്തെഫാനോസിനെ കൊല്ലുന്നതിന് ശൗലിൻ്റെ സമ്മതം ആവശ്യമായിരുന്നു. ഇനി വിഷയത്തിലേക്ക് വരട്ടെ. ക്രിസ്ത്യാനികളെ ശൗൽ വീടുകൾ തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചു ഇഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. മാത്രമല്ല
ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും വിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. ശൗലിൻ്റെ ദമസ്കോസ് യാത്രയൊക്കെ ക്രമപ്പെടുത്തി. അങ്ങനെ ദമസ്കോസ് പട്ടണത്തോടടുത്തപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. കൂടെയുള്ളവർ ടോർച്ച് അടിച്ചതൊന്നുമല്ല, ഇക്കാലത്ത് പറയുന്ന പോലെ ലേസർ ബീമിനെ കവച്ചു വയ്ക്കുന്ന ഒരു വെളിച്ചം. ശൗലിൻ്റെ മാത്രം ചുറ്റും മിന്നി. മാത്രമല്ല, ഉടനെ അവൻ നിലത്ത് വീണു. അപ്പോൾ കേട്ട ശബ്ദം, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി ശൗലിനെ ഭയപ്പെടുത്തി. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് യേശു പറഞ്ഞു. കൂടെ വന്നവർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ കണ്ണു തുറന്നു നോക്കിയാറെ ഒന്നും കാണുന്നില്ല. കൂടെയുള്ളവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയും കുടിക്കാതെയും ചെയ്യാതെയിരുന്നു. ചെന്നായെപ്പോലെ അധികാരപത്രത്തിൻ്റെ ഹുങ്കാര ശബ്ദം മുഴക്കിപ്പോയ ശൗൽ ഇപ്പോൾ ഒരു കുഞ്ഞാടിനെ പോലെ ആയിത്തീർന്നു. അനന്യാസ് എന്നു പേരുള്ള യേശുവിൻ്റെ ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. ദൈവം ദർശനത്തിൽ നടന്ന സംഭവം വിവരിച്ചു ശൗലിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചു. അനന്യാസ് ചെന്ന് ശൗലെ സഹോദര, കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണ്ണനാകാൻ പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച ശേഷം എഴുന്നേറ്റ് സ്നാനമേറ്റ് ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ശൗലിൻ്റെ അധികാരപത്രവും മെനുവൊക്കെ എവിടെ പോയി എന്നറിയത്തില്ല. ഈ കാലങ്ങളിലും ദൈവജനങ്ങളെ ഉപദ്രവിക്കുവാനും കൊല്ലുവാനും ഒക്കെ മെനു തയ്യാറാക്കി നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി പുറപ്പെടുന്നവർ ശൗലിൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചത് ഓർമ്മയിലിരിക്കട്ടെ. ദൈവം ശൗലിനെ മാറ്റിയെടുത്തു, പൗലോസാക്കി. ദൈവത്തിൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ സാക്ഷിയായി നിൽപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ശൗൽ, പിന്നത്തേതിൽ പൗലോസായി തീർന്നത്. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുത്ത് ദൈവിക ആലോചനകളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അധികം ജീവിപ്പാൻ സർവശക്തനായ കർത്താവ് ഏവരുടെയും ജീവിതം സഹായിക്കട്ടെ. നമ്മൾ തയ്യാറാക്കുന്ന യാതൊരു മെനു അല്ലെ പട്ടിക ഒന്നും ദൈവസന്നിധി വില പോകത്തില്ല. ദൈവത്തിൻ്റെ ഹിതം മാത്രം നമ്മൾ വെളിപ്പെടുവാൻ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.